നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് കണ്ണൂർ ജില്ലയിലെ പരിയാരം മെഡിക്കൽ കോളേജിനടുത്തുള്ള ഏബേറ്റിലാണ്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാത്രാ തടസ്സം നേരിട്ടതോടെ അനിശ്ചിതകാല സമരത്തിലാണ് ഇവിടുത്തുകാർ. ഇവരുടെ പ്രശ്നങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മോടൊപ്പം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ളവരും ചേരുന്നു. ഏതായാലും ആദ്യം തന്നെ ആക്ഷൻ കമ്മിറ്റി കൺവീനർ തമ്പാനാണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്താണ് ഇവിടെ ഇപ്പോൾ നിലവിൽ നിങ്ങൾ നേരിടുന്ന ഈ പ്രതിസന്ധി? 100 കൊല്ലമായി പ്രവർത്തിച്ചു വരുന്ന പരിയാരം ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു എംബേറ്റി. ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് നിരവധിയായ സ്ഥാപനങ്ങളുണ്ട്. മതസ്ഥാപനങ്ങളുണ്ട്, ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്, പോസ്റ്റ് ഓഫീസുകളുണ്ട്, ബാങ്കുകളുണ്ട്. അതുപോലെ തന്നെ ഈ ഡയാലിസിസ് സെൻ്ററുണ്ട്, CH സെൻ്റർ എന്ന് പറയുന്നത് ഡയാലിസിസ് സെൻ്ററുണ്ട്. നിരവധിയായ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ സ്കൂളുകളുണ്ട്, ട്രെയിനിങ് സെൻ്ററുകളുണ്ട്, മതസ്ഥാപനങ്ങളുണ്ട്, ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. ഒരുപാട് സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരമൊരു സ്ഥലമാണ് നമ്മുടെ എംബേറ്റി ജംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഹൈവേ വരുമ്പോൾ തന്നെ നമ്മളൊക്കെ വിചാരിച്ചത് ഇവിടെ ഈ രൂപത്തിലായിരിക്കില്ല, ഇവിടെ 3 വരി അല്ല 6 വരി നിരന്നു പോകുമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് വിരുദ്ധമായ രീതിയിലാണ് ആദ്യം പ്രവർത്തനം നടന്നപ്പോൾ തന്നെ ഞങ്ങൾ അന്ന് ഗോവിന്ദ മാഷ് MLA ആയിരുന്ന നമ്മുടെ ഗോവിന്ദ മാഷ്ക്ക് അന്നത്തെ മന്ത്രിയായിരുന്നു, ഒരു പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ഞങ്ങൾ കമ്മിറ്റിയെ ചർച്ചയ്ക്ക് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി നമ്മൾ ചർച്ചയ്ക്ക് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ണൂരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഇവിടെ അടിപ്പാത കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഫുട് ഓവർ ബ്രിഡ്ജ് മാത്രമേ ഇവിടെ അനുവദിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് അന്ന് വലിയ ഇൻട്രസ്റ്റ് എടുത്തിരുന്നല്ലായിരുന്നു ഈ കാര്യത്തിൽ. പക്ഷേ നമ്മൾ ഈ കാര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ റോഡ് ഇത്തരത്തിൽ കുഴിച്ചു കിടക്കുന്നത്. ഏകദേശം നമുക്ക് കാണാൻ കഴിയും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ 7 മീറ്റർ താഴത്തിലേക്കാണ് കുഴിച്ചു മേടിക്കുന്നത്. അന്നങ്ങനെ ഒരു പ്രശ്നം നമ്മളെ ചർച്ച ചെയ്ത സമയത്ത് അവർ ഉന്നയിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അന്ന് തന്നെ അത് അവരോട് പറയുമായിരുന്നു. പക്ഷേ ഈ രൂപത്തിലാണ് വന്നത്. ഈ വന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും ശക്തമായ കമ്മിറ്റി ഉണ്ടാക്കി. കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും സ്ഥാപനങ്ങളടക്കം സംഘടനകളും ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കമ്മിറ്റി ഉണ്ടാക്കി. ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി എല്ലാ ജനപ്രതിനിധികളെയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജനപ്രതിനിധികൾക്ക് നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെ MPമാരെ കണ്ടിട്ടുണ്ട്, എല്ലാവരെയും കണ്ടു. അവസാന ഘട്ടത്തിൽ ഞങ്ങൾ തീരുമാനിച്ചത് ഇവരായി ഈ സംഘടന ഈ കോൺട്രാക്ടർമാരെയും ഇവിടുത്തെ പ്രവർത്തിക്കുന്ന NHന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കാര്യത്തിലും ഒന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് മാത്രമേ ഉത്തരവുണ്ടാക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോൺ ബ്രിട്ടാസ് MPക്കും ശിവദാസൻ MPക്കും നിവേദനം കൊടുത്തതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ കഴിഞ്ഞ 12-ാം തീയതി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ഡൽഹിയിൽ പോയി മേൽപ്പറഞ്ഞ MP ജോൺ ബ്രിട്ടാസിനെയും ശിവദാസൻ MPയുടെ സഹായത്തോടുകൂടി കേന്ദ്രമന്ത്രി നിർഗരിയെ കാണുകയും അദ്ദേഹത്തിന് അനുകൂലമായ ഒരു മനോഭാവം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാലോ, ദേവൻ പ്രതീക്ഷിച്ചാലും പൂജാരി പ്രത്യക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥന്മാരാണ് അന്ന് അവിടെ ഉടക്കുണ്ടാക്കിയത്. അല്ലെങ്കിൽ അന്ന് തന്നെ നമുക്കൊരു ഉത്തരവ് മേൽപ്പാലം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഈ 2 തർക്കം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ സ്ഥലം പരിശോധിച്ച് അനുയോജ്യമാണോ എന്നുള്ളത് പരിശോധിച്ച് റിപ്പോർട്ട് തരുന്നതിന് വേണ്ടി അന്നൊരു റിപ്പോർട്ട് കൊടുത്തിരുന്നു ഈ 12-ാം തീയതി. പക്ഷേ ഇന്ന് വരെ അവർ സൈറ്റ് നോക്കാൻ ഇതുവരെ വന്നിട്ടില്ല. അത് നമ്മളോട് ചെയ്യുന്ന ഒരു മോശം പ്രവൃത്തിയാണെന്ന് നമുക്ക് പറയാനുള്ളത്. ഒരു 3000-ലധികം അംഗങ്ങളല്ല കുടുംബങ്ങൾ ഇതുകൊണ്ട് ദ്രോഹം അനുവദിക്കരുത്. തൊട്ടടുത്താണ് നമ്മളെ മെഡിക്കൽ കോളേജ്. ഇവിടെ നിന്ന് എങ്ങനെയാണ് പോവുക? 3 കിലോമീറ്റർ അപ്പുറത്തെ കോരമ്പുഴയൊക്കെ പോയിട്ട് തിരിഞ്ഞ് അങ്ങോട്ട് വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1/2 കിലോമീറ്ററേ മെഡിക്കൽ കോളേജിലേക്കുള്ളൂ. പക്ഷേ അവിടെ എത്തണമെങ്കിൽ 6 കിലോമീറ്റർ ഒരു രോഗിക്ക് പോകേണ്ട അവസ്ഥയാണ് ഇന്നുള്ളത്. ഇപ്പം അങ്ങനെയാണ്. അതുകൊണ്ട് സുഖമായിട്ട് ഒരു ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ ഇവിടെ കൃത്യമായ ഒരു മേൽപ്പാലം പണിയാൻ പറ്റും. അതാണ് നമ്മൾ പറയുന്നത്. ആ മേൽപ്പാലം മാത്രമേ ഞങ്ങൾക്ക് ആവശ്യം. മേൽപ്പാലം പണിയണമെന്നാണ്. അതെ, അത് മേൽപ്പാലം പണിയണതാണ്. ഇത് നമുക്കറിയാലോ, ഇത് കണ്ടവർക്ക് അറിയാലോ, അടിപ്പാലം സാധ്യതമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ മേൽപ്പാലം പണിയുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നവരെ ഞങ്ങൾ എല്ലാവരും, ഇവിടെ കക്ഷി രാഷ്ട്രീയമോ ഇല്ല, ജാതിയോ മതമൊന്നുമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നതാണ് പറയാനുള്ളത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ തടസ്സത്തിന് ഇവർ എംബേറ്റുകാർ എതിരല്ല. പക്ഷേ അപ്പോഴും അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം അത് നിഷേധിക്കുന്നതിനാണ് ഈ അനിശ്ചിതകാല സമരം. എന്തായാലും സ്ത്രീകൾ ഉൾപ്പെടെ കൂടുതൽ പേർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിങ്ങൾ ഇവിടെയാണ് താമസം, എങ്ങനെയാണ് ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത്? ഇപ്പോൾ നമ്മൾ 22 ദിവസമായി ഇവിടെ കുത്തിയിരുന്നിട്ട് സമരം ചെയ്യുന്ന ഈ വാർഡിൻ്റെ മെമ്പറും കൂടിയാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ 4-5 പഞ്ചായത്തുകളുമിൽ ബന്ധപ്പെടുത്തുന്ന ഒരു കേന്ദ്രമാണ് എംബേറ്റി. അപ്പോൾ ജനജീവിതം വളരെ ദുസ്സഹമാണ്. 2 രാജ്യങ്ങളായി മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്. അപ്പോൾ അതെന്തായാലും നമ്മൾ അനുവദിക്കില്ല. നമുക്ക് എന്തായാലും മേൽപ്പാലം കിട്ടിയേ തീരൂ.
എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അത് കിട്ടുന്നത് വരെ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സമരം തുടരുമെന്നാണ് പറയാനുള്ളത്. ഈ തുടക്കത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സൂചന ഉണ്ടായിരുന്നില്ലേ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളത്? ഇല്ല, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അത്ര വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കീറി മുറിക്കുന്ന സമയത്താണ് നമ്മൾ ഇത്രയും വലിയ ഭവിഷ്യത്താണ് ഇവിടെ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഇത് ബാധിച്ചിട്ടുള്ളത്? ഇവിടെ പരിയാരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, കൊട്ടില ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, ചെറുതാഴം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, അതുപോലെ തന്നെ കാപ്പങ്ങല് LP സ്കൂളുണ്ട്, നിർമ്മല ITI ഉണ്ട്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ പ്രദേശത്ത്. ഏത് രീതിയിലാണ് ഇപ്പോൾ ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞല്ലോ, അവർക്കൊക്കെ ഏത് രീതിയിലാണ് ഇത് ബാധിച്ചിട്ടുള്ളത്? കൂടുതൽ ദൂരം പോയി ഇങ്ങനെ യാത്ര ചെയ്യേണ്ടി വരും, എന്താണ്? അതെ, അത് തന്നെയാണ്. ഇപ്പൊ ഇവിടുന്ന് കോരമ്പീടിയ പോകണം, ഇവിടെ ഇറങ്ങാണ്ട് കോരമ്പീടിയ പോയിട്ട് ചുറ്റി വന്നാൽ മാത്രമേ നമുക്ക് ഇവിടത്തേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. ഇതിപ്പോ രണ്ട് ബന്ധിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത്. അപ്പോൾ ഈ 4 റോഡുകൾ തമ്മിലുള്ള ഒരു ബന്ധിപ്പിക്കുന്ന മേൽപ്പാലം നമുക്ക് എന്തായാലും കിട്ടിയേ തീരും. നമുക്ക് തുടക്കത്തിൽ മേൽപ്പാലം തരും അല്ലെങ്കിൽ അങ്ങനെ നൽകാമെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നോ? മേൽപ്പാലം നൽകാമെന്ന വാക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ നമ്മുടെ MLA ആയി ബന്ധപ്പെട്ട് നമുക്ക് ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ കൊണ്ട് നമുക്ക് ഈ ജനങ്ങൾക്ക് ഒരു കാര്യവുമില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത് 4 പഞ്ചായത്ത് പോകേണ്ട വഴിയാണിത്. ചെറുതാഴം, ഏഴോം, കടന്നപ്പള്ളി, പാണപ്പുഴ, ചപ്പാരപ്പടവ്, ഇപ്പോൾ എല്ലാ പരിയാരം 5 പഞ്ചായത്ത്. എല്ലാ പഞ്ചായത്തിലുള്ളവർക്കും ഇതുവഴി മെഡിക്കൽ കോളേജിൽ പോകാനെല്ലാം നല്ല സൗകര്യമാണ്. പിന്നെ കുറേ ശ്മശാനങ്ങളുണ്ട്. ഒരാൾ മരിച്ചാൽ അപ്പുറത്ത് നിന്ന് മരിച്ചാൽ ബോഡി 6 കിലോമീറ്റർ നടന്നിട്ട് വേണം ശ്മശാനത്തിലെത്തിക്കാൻ. അപ്പോൾ നമ്മൾ മേൽപ്പാലം കിട്ടുന്നവരെ ഈ സമരം തുടർന്ന് പോകും. അതായത് മൃതദേഹം പോലും നമുക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 കിലോമീറ്റർ നടന്നിട്ട് ശ്മശാനത്തിൽ കൊണ്ടുപോയി ദഹിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മേൽപ്പാലം കിട്ടുന്നവരെ ഈ സമരം നമ്മൾ മുന്നോട്ട് പോകും. നമ്മൾ 20 ദിവസമൊക്കെ കടന്നിരിക്കുന്നു ഈ സമരം. ഇനി എങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് ഇതേ രീതിയിൽ തന്നെ കൊണ്ടുപോകാനാണ് തീരുമാനം? അല്ല, ഇത് ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ സൈറ്റ് വന്ന് നോക്കിയിട്ട് ശരിയാവുമെങ്കിൽ ഇതേ മാതിരി പോകും, ഇല്ലെങ്കിൽ കൂടുതൽ സമരം ശക്തമാക്കേണ്ട തീരുമാനം ആക്ഷൻ കമ്മിറ്റി എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഏമ്പേറ്റിൻ്റെ പ്രസ്ഥാനം 5-6 പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പോകുന്ന ഒരു കേന്ദ്രം. വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് അപ്പുറം, റേഷൻ കട ഇപ്പുറം, ITC ഇപ്പുറം, ഒരു ഏറ്റവും നല്ല ഇതുണ്ട് ഇവിടെ, ഒരു CH സെൻ്റർ എന്ന് പറഞ്ഞിട്ട് എല്ലാവിധ ഏറ്റത് വികലാംഗായ കുട്ടികൾ പോലും ഉള്ള ഒരു സ്ഥലം. അവിടത്തേക്കെല്ലാം ഇവിടെ ബസ് ഇറങ്ങിയിട്ട് പോകണമെങ്കിൽ ഒന്ന് മെഡിക്കൽ കോളേജ് പോകണം, അല്ലെങ്കിൽ കോരമ്പീടി താഴെ പോകണം. എത്ര കിലോമീറ്റർ ദൂരം? കോരമ്പീടിയൊക്കെ 3.5 കിലോമീറ്റർ ഉണ്ട്. മെഡിക്കൽ കോളേജ് ഏകദേശം 1 ചില്ലറയും ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അതിന് സാധാരണ നിലയിൽ നടക്കണമെങ്കിൽ ഒരു 300 മീറ്റർ കടന്നാലെത്തേണ്ട സാധനം പോസ്റ്റ് ഓഫീസിലേക്ക് ആണെങ്കിൽ 10 മീറ്റർ പോലും ഇല്ല. ആ പോസ്റ്റ് ഓഫീസർ ഇപ്പം തന്നെ ആ പോസ്റ്റ് ഓഫീസർ ഞാൻ എത്തണമെങ്കിൽ നിങ്ങൾക്ക് കോരമ്പടിയ പോയിട്ട് വരണം 3.5 കിലോമീറ്റർ. തിരിച്ച് എനിക്ക് വരണമെങ്കിൽ 6.5 കിലോമീറ്റർ മെഡിക്കൽ കോളേജ് കയറ്റി വരണം. ഈ അവസ്ഥയിൽ ഞങ്ങൾക്കൊരു മേൽപ്പാലം അനിവാര്യമാണ്. ഈ നാട്ടിലെ വരും തലമുറക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ഒന്ന് സംസാരിക്കാനെങ്കിൽ ഇടപെടണമെങ്കിൽ ഒന്ന് ഇപ്പോൾ ആ വീട്ടിലെ യശോച്ചിക്ക് എന്തെങ്കിലും പറ്റി എനിക്ക് എത്തണമെങ്കിൽ ഞാൻ 3.5 കിലോമീറ്റർ പോയിട്ട് ആടെ യശോച്ചിൻ്റെ വീട്ടിലെത്തണം. ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണം. അതിന് അധികൃതർക്ക് അരിഞ്ഞേ പറ്റൂ. അതിന് നമ്മൾ ഏതറ്റം വരെ പോകണമെന്ന് പറഞ്ഞാലും ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാണ്. ഇത് എന്തുകൊണ്ട് നിങ്ങൾ വൈകിയ ഒരു സമരം? കാരണം ഈ ദേശീയപാത നിർമ്മാണം ഇപ്പോൾ ഏകദേശം അതിൻ്റെ പകുതി ഘട്ടം പിന്നിട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് വൈകിയത്? നമ്മുടെ ഈ സാധാരണ ജനങ്ങൾക്ക് ഇവരെ അലൈൻമെൻറ്റിനോ ഇതിനെപ്പറ്റി ഒരു അറിവില്ല. പണി തുടങ്ങുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്ര ആഴം വരുന്നത്, ഇത്ര പോകുന്നുണ്ട്. ഒരു ദിവസം ഇവർ 3.5 കിലോമീറ്റർ താഴത്തെ മണ്ണ് കൊണ്ടും ഇവിടെ മല പോലെ അതുപോലെ സൃഷ്ടിക്കും. 4-ാമത്തെ ദിവസം ആട് ഇതേമാതിരി 5 കിലോമീറ്റർ കാണുന്നു. അപ്പോൾ ഇതെല്ലാം കാണുമ്പോഴാണ് നമുക്ക് ഭീതി വരുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ സാധാരണ ജനങ്ങൾ ഞങ്ങളിത് അറിയുന്നില്ലല്ലോ. ഇതിൻ്റെ പഴയ മൂലയിൽ അപ്പുറം ഇപ്പുറം ദേശം കയറ്റം കുറക്കും, വീതി കൂട്ടും, വളവ് തീർക്കും എന്നാണ് ദേശീയപാത വികസനത്തിൽ DPR ജനങ്ങളെ ആരും ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും വലിയ പ്രയാസവും അതങ്ങനെയാണ്. അപ്പോൾ ഇതിന് തൊട്ടപ്പുറത്തൊരു വെള്ളക്കെട്ടുണ്ട്, ഇപ്പം നോക്കിയാൽ കാണാൻ പറ്റും. 3 വിള കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണത്. അവിടെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, പച്ചക്കറി നടാൻ പറ്റില്ല, ഇപ്പം വെള്ളം കെട്ടി നിൽക്കുകയാണ്. അത് ഏകദേശം ഇവർക്കും അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഇവർ വെള്ളം എടുത്തത് ഈ തോട്ടുന്നതാണ്. ആ തോട് ഇത്രമാത്രം വെള്ളം ഒഴുകുന്നവർക്ക് അറിയില്ല. അത് കെട്ടുമുട്ടിച്ചിട്ടായില്ലേ, പാലത്തിൻ്റെ ഗതി മാറ്റിയിട്ടായില്ലേ. ഇങ്ങനെ ഏത് തരത്തിലും ഈ വികസനം സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന തരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതിനൊരു മാറ്റം വേണം. അപ്പോൾ ഏമ്പറ്റിലെ ജനങ്ങൾക്ക് ഈ മേൽപ്പാലം കൂടിയേ തീരൂ. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എന്തൊക്കെ സഹിക്കണം,
എന്തൊക്കെ ഉൾക്കൊള്ളണം എന്ന് ആര് നിർദ്ദേശം പറഞ്ഞാൽ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് മേൽപ്പാലമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പൊ കേന്ദ്രമന്ത്രിയെ നിങ്ങൾ കണ്ടു എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ മേൽപ്പാലം അനുവദിക്കാമെന്ന്? അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഉറപ്പില്ല? അവര് മന്ത്രിയുടെ അടുക്കെന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് അവിടുത്തെ സാധ്യത പരിശോധിക്കണം എന്ന് പറഞ്ഞ് പോയതല്ലാണ്ട് അതിനുശേഷം ഇല്ല വിവരങ്ങളൊന്നും വന്നില്ല. അതിന് പിന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ഉദ്യോഗസ്ഥന്മാരാണ് ഇതിന് ഉടക്ക് വെക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നത്. മന്ത്രിമാർക്കോ MLA-മാർക്കോ MP-മാർക്കോ ഇത് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിന് മേലെയുള്ള ഉത്തരേന്ത്യൻ ലോബികൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ കളിക്കുന്നു എന്നൊരു സംശയം കൂടെ നമ്മൾക്കുണ്ട്. ചില കോൺട്രാക്ടർക്ക് വേണ്ടിയിട്ടാണോ മറ്റ് പലർക്കും വേണ്ടിയിട്ടാണോ ഇത്തരം പ്രവർത്തനങ്ങൾ? കേരളത്തെ മനസ്സിലാക്കാത്ത, കേരളത്തിലെ ജനസാന്ദ്രത മനസ്സിലാക്കാതെ ഇവർ ഒരു വികസനം നടത്തുമ്പോൾ ഇതൊക്കെ പരിശോധിക്കേണ്ടതല്ലേ? ഇപ്പോൾ ചൈനയിലെ വൻമതിൽ പോലെയാണ് ഇപ്പോൾ അപ്പുറം ഇപ്പുറം ഉള്ളത്. അതാണ് ഇപ്പോഴത്തെ കാണുന്ന ഒരവസ്ഥ. എന്നാലും ഈ പ്രദേശത്ത് വികസനത്തിന് നിങ്ങൾ എതിരല്ല, പക്ഷേ ന്യായമായും നിങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമാണ്, യാത്രാ തടസ്സം ഒഴിവാക്കണം, അതാണല്ലോ നിങ്ങൾ പറയുന്നത്. നമ്മളിപ്പോൾ നടന്നു പോയി 50 മീറ്റർ അപ്പുറത്ത് ഇല്ലത് ഇതിലെ ചുറ്റി 4-5 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് ഈ ഒരു സ്ഥലത്തെത്തുക എന്നുള്ളത് വളരെ ദുഷ്കരം തന്നെയാണ്. അതെന്തായാലും മാറി കിട്ടണം. നമ്മുടെ സമരത്തിൻ്റെ പ്രധാന ഉദ്ദേശം ഈ മേൽപ്പാലം അനുവദിച്ച് കിട്ടുന്നവരെ സമരം ചെയ്യുക എന്നുള്ളതാണ്. നാടടക്കം ഒട്ടൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളും അതുപോലെ കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ലാതെ കൊണ്ട് സമരം കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും സമരം അനുവദിച്ച് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതുവരെ നമ്മൾ കിട്ടുന്നവരെ നമ്മൾ സമരം ചെയ്യുക എന്നൊരു നയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പുറത്ത് ശ്മശാനങ്ങൾ, അതുപോലെ തന്നെ കുടുംബ വീട്ടിൽ അപ്പുറത്ത് അമ്മയും അച്ഛനും താമസിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പുറത്ത് മകൻ ഇവിടെ താമസിക്കുന്നുണ്ട്. അവരെ കാണണമെങ്കിൽ 6 കിലോമീറ്റർ ചുറ്റിത്തിരിഞ്ഞ് അങ്ങോട്ട് 3 കിലോമീറ്റർ പോയി 3 കിലോമീറ്റർ ഇങ്ങോട്ട് തിരിച്ചു വന്ന് കാണേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവിടെ അടുത്ത് ഒരു 1/2 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നമുക്കുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്നതായിരുന്നു. ഇത് 3 കിലോമീറ്റർ അങ്ങോട്ട് നടന്ന് അവിടുന്ന് ആദ്യം 3 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നാൽ മാത്രം വരുമ്പോൾ ഇത് 6-8 കിലോമീറ്ററിൻ്റെ ഒരു പ്രശ്നങ്ങളാണ് ഉള്ളത്. എന്തായാലും അതൊന്ന് നാട്ടുകാരുടെ ഈ ഒരു സമരം ഗവൺമെൻറ്റിനും കണ്ടില്ല എന്ന് അടിക്കാൻ സാധിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ശരിയായി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സമരങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ സ്ത്രീകളും എത്രത്തോളമാണ് ഇത് ബുദ്ധിമുട്ടാകുന്നത്? കാരണം ഈ വാഹനങ്ങളില്ലാത്തവർ ബസ്സിലാണല്ലോ യാത്ര ചെയ്യുന്നത്. ഒരുപക്ഷെ അപ്പുറത്തെ ഭാഗത്ത് ബസ്സിന് പോകണമെങ്കിൽ എത്ര ദൂരം നടന്ന് അപ്പുറത്തേക്ക് എത്തണം? ഏകദേശം 3 കിലോമീറ്ററോളം നടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പം വണ്ടിയില്ലാത്ത, വാഹന സൗകര്യം ഇല്ലാത്ത ആളുകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇപ്പോൾ അപ്പുറത്തെത്തുന്നുണ്ടെങ്കിൽ 3 കിലോമീറ്ററുകളോളം നടക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവുന്നുണ്ട്. കുട്ടികൾക്കായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ അവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ 3 കിലോമീറ്ററുകൾ നടന്നിട്ട് വേണം അപ്പുറത്തെ സ്റ്റോപ്പിലെത്താൻ. അവിടെയുള്ളവർക്ക് ഇങ്ങോട്ട് എത്തണമെങ്കിൽ ഇതുപോലെ ഒരുപാട് കിലോമീറ്ററുകൾ ഇങ്ങോട്ട് നടന്നിട്ട് വേണം ഇവിടെ എത്താൻ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു പ്രദേശത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു ആവശ്യമാണ് ഈ മേൽപ്പാലം എന്ന് പറയുന്നത്. ഈ സമരം ഇപ്പോൾ ഈ രീതിയിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇത് ആവശ്യം അംഗീകരിക്കില്ല തോന്നിയാൽ സമരം അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റാൻ അങ്ങനെ എന്തെങ്കിലും ആലോചനയുണ്ടോ? തീർച്ചയായും അതിനായിട്ടാണ് ഈ ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അവരിനിയും സമരവുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ദേശീയപാതയുടെ ഇപ്പോഴത്തെ ഒരു ഇതുണ്ടല്ലോ, നേരത്തെ നിങ്ങൾ ഈ സംഭവം ഒന്നും അറിഞ്ഞില്ല? ഇത് ഏത് രീതിയിലാണ് ദേശീയപാത ഇത്രയും താഴ്ചയിലാണ് ഈ പ്രദേശത്തുകൂടി കടന്നു? അത് നിങ്ങൾ നേരത്തെ അറിഞ്ഞില്ല? ഇല്ല, ഒട്ടും ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തിയിട്ടേ ഇല്ല. അധികൃതർ ഇതിൻ്റെ ഒരു എലിവേറ്റഡ് ചിത്രം നൽകിയിട്ടേ ഇല്ല. സാധാരണഗതി നമ്മുടെ ഒരു കെട്ടിടം നിർമ്മിക്കുമ്പം ആ കെട്ടിടം പൂർത്തിയായാലുണ്ടാകുന്ന ഒരു അവസ്ഥ, അതിൻ്റെ ഒരു ചിത്രം നമുക്ക് കിട്ടാറുണ്ടല്ലോ. ഇവിടെ ഈ റോഡ് വന്നപ്പോൾ, ഈ റോഡ് വരുന്നു എന്നല്ലാതെ ഈ റോഡിൻ്റെ അവസ്ഥ എന്തായിരിക്കും അതിൻ്റെ ചിത്രമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഇത് 6 വരി പാത വരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ജനങ്ങൾ കരുതിയെന്താണ്, ഈ റോഡിൻ്റെ നിലവിലുള്ള റോഡിൻ്റെ വീതി കൂട്ടി അതേപടി റോഡ് വികസിക്കും, 6 വരി പാതയുണ്ടാകും എന്നല്ലാതെ ഈ രീതിയിൽ 2 ആൾ അല്ല 3 ആൾ പൊക്കത്തിലൊക്കെ മതിൽ കെട്ടി നാടിനെ രണ്ടാക്കുമെന്ന് ആരും കരുതിയിട്ടില്ല. ജനങ്ങളും കരുതിയിട്ടില്ല, ജനനേതാക്കളും കരുതിയിട്ടില്ല. ഇതൊരു ഗൂഢമായിട്ടുള്ളൊരു പദ്ധതി പെട്ടെന്ന് പുറത്തു വരികയാണ്. അതൊരു ജനജീവിതത്തെ ബാധിക്കുന്ന ഈ സംഭവത്തെ നമുക്ക് അതിനെ അതിജീവിച്ചേ മതിയാവും. ഇവിടെ മേൽപ്പാലം അനുവദിച്ചേ മതിയാവും. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ വ്യാപക പരാതിയാണ് വരുന്നത്. പ്രത്യേകിച്ച് ചെങ്കള മുതൽ തളിപ്പറമ്പ് വരെയുള്ള 2ാം റീച്ചിൽ, അതായത് മേഗാ കൺസ്ട്രക്ഷന്റെ 2ാം റീച്ചിലാണ് വലിയ തോതിലുള്ള പരാതി വരുന്നത്. ഏതായാലും ഇവരുടെ പ്രശ്നങ്ങൾ കാണാതെ പോകരുത്. കാരണം വലിയ തോതിൽ സഞ്ചാര സ്വാതന്ത്ര്യം പോലും തടസ്സപ്പെടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ കാര്യങ്ങളുള്ളത്. ഏതായാലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ചെറിയൊരു ഇടവേള. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കൂടുതൽ പേർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ കാര്യത്തിൽ? ഇവിടെ എംപേറ്റ് എന്നത് വളരെ പുരാതന കാലം മുതലുള്ള ഒരു പ്രദേശമാണ്. വളരെ ജനങ്ങൾ മാനസികമായി ഐക്യത്തോടുകൂടി താമസിക്കുന്ന, പരസ്പരം എല്ലാ വീടുകളും തമ്മിലൊരു ബന്ധമുള്ളൊരു പ്രദേശമായിരുന്നു. ഈ നാഷണൽ ഹൈവേ വികസനം എന്നുള്ളത് എല്ലാവരും സ്വപ്നമാണ്, സങ്കല്പമാണ്. അത് ഏറ്റവും എളുപ്പത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എംപേറ്റ് നിവാസികൾ. ഒരിക്കലും വികസനത്തിനെതിരല്ല. പക്ഷേ
ഇവിടെ സംഭവിച്ചത് ഈ നാഷണൽ ഹൈവേ വരുന്നതോടുകൂടി ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് ഒന്നോ രണ്ടോ മീറ്റർ മാത്രം താഴ്ചയായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക എന്നുള്ളൊരു സങ്കല്പമായിരുന്നു ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു അറിവും ഇവിടുത്തെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഇത്രമാത്രം താഴ്ചയിലേക്ക് ഈ നാഷണൽ ഹൈവേ പോകുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഹൃദയം കീറിമുറിക്കുന്ന തരത്തിൽ 2 ഭാഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ഏത് തരത്തിൽ നോക്കിയാലും ഈ പരിസരവാസികൾക്കത് വലിയ മാനസിക ആഘാതം ഉണ്ടാക്കുന്ന തരത്തിലൊരു പ്രവർത്തനമാണ്. ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മന്ദീഭവിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ വികസനം മാറുന്നു എന്നുള്ളത് ഒരു യഥാർത്ഥ വികസന സങ്കല്പത്തിൻ്റെ എതിരായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മേൽപ്പാലം അടിയന്തരമായി ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ളത് ഞങ്ങൾ അടിവരയിട്ട് പറയുകയാണ്. ഇവിടെ നമ്മൾ MP മാഷും കെ സുധാകരൻ MP അതുപോലെ ശിവദാസൻ ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയം ഈ സമരത്തിലില്ല. എല്ലാ കക്ഷികളും ഒരിക്കലും ഒരു രാഷ്ട്രീയം ഈ സമരത്തിനില്ല. ഇത് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു മുന്നോട്ടുള്ള പോക്കാണ്. ഇതിൽ കക്ഷി രാഷ്ട്രീയമോ മതമോ ഒന്നും ബാധകമല്ല. ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളും എല്ലാ ആളുകളും ഇതിൻ്റെ സമീപ പ്രദേശം ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചപ്പാരപ്പടവ്, കടന്നപ്പള്ളി, ഏഴോം, ചെറുതാഴം, പരിയാരം ഇതൊക്കെ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. പഴയകാലം മുതൽ തന്നെ ഈ മെഡിക്കൽ കോളേജ് വരുന്നതിന് മുമ്പേ ഏമ്പേറ്റാണ് ഇതിൻ്റെയൊക്കെ സംഗമസ്ഥാനം. ഈ സംഗമസ്ഥാനത്തോട് കടന്ന് അങ്ങോട്ടോട് പോകുന്ന ഇവിടെ ഒരു മേൽപ്പാലം ഇല്ലെങ്കിൽ ഇത്രമാത്രം അഗാധ ഗർത്തത്തിലൂടെ റോഡ് പോകുന്നു. അതിന് സൗകര്യങ്ങൾ ഈ നാട്ടുകാർക്കില്ല. ഇതിനാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഈ നാട്ടുകാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് മാറി ഇവിടെ ഒരു മേൽപ്പാലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു പരിഹാരമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മേൽപ്പാലം നമുക്ക് വേണം, അതില്ലാതെ ഈ സമരത്തിന് പിന്നോട്ടില്ല അല്ലേ? തീർച്ചയായിട്ടും നമ്മളെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കിവിടെ മേൽപ്പാലം കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. കാരണം മേൽപ്പാലം ലഭിക്കാനാവശ്യമായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ നാട്ടുകാരെ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 12-ാം തീയതി ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ കേന്ദ്ര മന്ത്രിയെ നേതൃത്വം കാണാൻ വേണ്ടി പോയിട്ടുള്ളത്. അതിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ശിവദാസനും അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസിനും അടക്കം ഞങ്ങളെ കേന്ദ്രമന്ത്രിയെ സമീപിച്ചു. അപ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള നടപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഈ മേൽപ്പാലം ഏമ്പേറ്റ് ജംഗ്ഷനിൽ പറ്റുമോ, അതിന് സ്പേസ് ഉണ്ടാവോ ഇല്ലയോ എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് അണ്ടർ സെക്രട്ടറിയെ ആ സമയത്ത് തന്നെ അറിയിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടേണ്ടത് ഇവിടുത്തെ ഈ കണ്ണൂരിലെ ഇവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവർ എങ്ങനെയാണോ ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. പഠനം ഇപ്പോൾ ഇവരെ ആരംഭിച്ചിട്ടുണ്ട് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. ഇത് വരുന്ന ദിവസം അവരെ കണ്ടിട്ട് ഇവിടുത്തെ അലൈൻമെൻറ്റ് മറ്റേ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ അതിന് സ്പേസ് ഉണ്ട്, നിലവിൽ മേൽപ്പാലം കിട്ടാനുള്ള സ്പേസ് നിലവിലുണ്ട്. അവർ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സ്ഥലത്തെത്തുമ്പോൾ കാണാൻ സാധിക്കുന്ന വലിയ തോതിലുള്ള മതിൽ 2 സൈഡും കെട്ടിയിട്ടാണ് ഇവിടെ റോഡ് ഇതിൻ്റെ പണി നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിർമ്മാണം ഇപ്പോൾ ഇവർ നിർത്തിവെച്ചോ? ഈ മേൽപ്പാലത്തിന് കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാവുമോ? നിർമ്മാണം നിർത്തിവെച്ചിട്ടില്ല. നിർമ്മാണം അവിടെ അത്ര അന്ന് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. എന്തായാലും അത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് മിക്കവാറും ഒരാഴ്ചക്കുള്ളിൽ തന്നെ കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലൊരു ഉറപ്പ് കിട്ടിയാൽ നമ്മൾ സമരം അവസാനിപ്പിക്കും എന്നാണ്. നമുക്ക് അനുകൂലമായിട്ട് നില വരികയാണെങ്കിൽ സമരം അവസാനിപ്പിക്കും. സമരം ശക്തമായി തന്നെ അനുകൂലമല്ലെങ്കിൽ സമരം ഇതിനേക്കാളും ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഈ പ്രദേശത്തുള്ള ഇപ്പം നിലവിൽ ഒരു 1000-ഓളം കുട്ടികൾ അപ്പുറം നമ്മൾ ചെറുതാഴ് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചെറുതാഴ് സ്കൂളും അതുപോലെ തന്നെ കുട്ടൂർ സ്കൂളും ഇവിടെ പോകുന്നത് കൃത്യമായി നടന്നു പോയി കഴിഞ്ഞാൽ എത്താവുന്ന ദൂരത്തുള്ള സ്കൂളുകളാണ് ഇത് രണ്ടും. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 6 കിലോമീറ്റർ ചുറ്റിയിട്ടാണ് ആ സ്കൂളിലേക്ക് എത്തേണ്ട രീതിയിലേക്കാണ് ഇപ്പോൾ സഞ്ചാര സാധ്യത നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്കുള്ളത്. അതുപോലെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സമരം നമുക്കിത് പാലം അനുവദിക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ ഈ ഉറച്ച തീരുമാനത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ പ്രവർത്തനത്തിൽ മുകളിലോട്ടില്ലേ ഇത് നമുക്ക് ഇവിടെ മാത്രം സമരം കൊണ്ട് മാത്രം നടക്കില്ല എന്നുകൊണ്ട് തന്നെയാണ് നമ്മളെ MP എന്നായിരുന്നു MLA എന്ന രീതിയിലും നമ്മളെ ബന്ധപ്പെടാൻ പറ്റുന്ന മേലധികാരികളെ ബന്ധപ്പെടുന്ന രീതിയിലുള്ള നമുക്ക് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ നിരന്തരം പറയുന്നത് മുകളിൽ നിന്നുള്ള അനുമതി മേടിച്ചു വരുന്നതുകൊണ്ട് മാത്രമേ നമുക്ക് ഈ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മേലിലേക്കുള്ള പ്രവർത്തനം ഒരാളെ കാണുന്ന രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ കൃത്യമായി ആക്ഷൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. വരുന്ന ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് കിട്ടുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ യാത്രാ സൗകര്യം നല്ല രീതിയിൽ വിപുലീകരിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ ഇത് ഈ കാൽനട യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ബാധിക്കൽ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകണം. നമുക്ക് എത്ര കിലോമീറ്റർ ചുറ്റി പോകണം? നിലവിൽ ഇവിടുന്ന് ഏമ്പേറ്റുന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ തന്നെ നമ്മളിപ്പോൾ കോരമ്പീടിക 6 കിലോമീറ്റർ ചുറ്റിയിട്ട് പോകണം. ഇവിടുന്ന് 3 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ 3 കിലോമീറ്റർ ഉണ്ടാവും. 6 കിലോമീറ്റർ ചുറ്റി 7 കിലോമീറ്റർ ഉണ്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്കിപ്പം ഏറ്റവും നമ്മളുടെ പഴയ ചരിത്രം പരിശോധിച്ചാൽ തന്നെ സന്തോഷ് പരിയാർ എന്ന് പറഞ്ഞൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്.
സന്തോഷ് പരിയാരത്തിൻ്റെ ഗ്രൗണ്ട് ഇരുന്നത് അതിൻ്റെ തെക്ക് വശത്താണ് കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് കളിക്കാൻ വേണ്ടി ഇപ്പുറത്തെ കുറേ കളിക്കാരുകൾ ഇപ്പുറത്തെ സൈഡാണ്. ഇവർക്ക് കളിക്കാൻ പോകും വേണ്ടി തന്നെ പറ്റാത്തൊരു സാഹചര്യമാണ്. നിലവിലെ കുട്ടികൾ ഇപ്പം നമ്മൾക്ക് അറിയുന്നൊരു കാര്യമാണ്, നിലവിലെ കുട്ടികൾ ഇപ്പോൾ എല്ലാവരും ഫോണിലാണ്. ഇപ്പോൾ അതിൽ ഈ കളിസ്ഥലത്തും കൂടി എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മളെ നാടിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കളിസ്ഥലത്തെ കൂടി എത്തുന്ന രീതിയിൽ നമുക്ക് വരണമെങ്കിൽ തന്നെ 7 കിലോമീറ്റർ ഇപ്പോൾ ചുറ്റേണ്ടി വരും. അതിലൊരു മാറ്റം വരുത്താതിന് വേണ്ടി നമുക്ക് ഈ മേൽപ്പാലം അനുവദിക്കുന്നതിന് ഒരു ഇടപെടൽ എന്തായാലും ഉണ്ടാവും. അത് നമ്മൾ തയ്യാറാകുന്നുണ്ട്. നമ്മൾ പ്രവർത്തനം ഇതിനും കൂടി ശക്തമാക്കാൻ നല്ല പറയുന്നത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിയാരത്തെ എംപേറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് എംപേറ്റ്. പഴയ കാലത്തെ വ്യാപാര കേന്ദ്രം. അത് മാത്രമല്ല മലയോര മേഖലയിലെ ആളുകൾ, പിന്നെ ചപ്പാരപ്പടവ്, അതുപോലെ ആലക്കോട് മേഖലയിലെ ആളുകൾ എളുപ്പത്തിൽ പഴയങ്ങാടി, നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് പഴയങ്ങാടി മാടായിക്കാവ്. ആ മാടായിക്കാവ് ക്ഷേത്രത്തിലേക്ക് ആളുകൾ എളുപ്പത്തിൽ എത്തിപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ് എംപേറ്റ് ശ്രീസ്ഥ വഴി കടന്ന് പഴയങ്ങാടിയിലേക്ക്. അതുപോലെ തന്നെയാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ, നമുക്കറിയാം ഏഴിമല റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ, ഇവിടെയൊക്കെ എത്തിപ്പെടുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും ഈ ചപ്പാരപ്പടവും പോലെയുള്ള പ്രദേശങ്ങളിൽ ആളുകൾ ഈ ഹൈവേ ബ്ലോക്ക് ഒഴിവാക്കി എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ അവിടത്തേക്കൊക്കെ പോകുന്നതിന് വലിയ തടസ്സമാണ് ഉണ്ടാക്കുന്നത്. ഏറ്റവും വലിയ രസകരം എന്ന് പറയുന്നത് നമ്മുടെ സെമിത്തേരികൾ. ഇപ്പോൾ 1/2 കിലോമീറ്റർ 200 മീറ്ററിനപ്പുറമുള്ള സെമിത്തേരിയിൽ ശവം തെറിപ്പിക്കണം അല്ലെങ്കിൽ മറവ് ചെയ്യണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പോകേണ്ട ഒരു സ്ഥിതിയാണ് ഇന്ന് എംപേറ്റിനകത്തുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി ഇതിന് മേൽപ്പാട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 5-6 മാസം മുമ്പട്ടെ ഇവിടെ ജനകീയമായ രീതിയിൽ സമരങ്ങൾ സൂചന എന്ന രീതിയിൽ നടത്തിയാണ്. പക്ഷെ അന്ന് ആ സമരം കൊണ്ട് അനുഭാവമായ ഒരു നിലപാട് ബന്ധപ്പെട്ടവരോട് നിന്ന് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം എം പി കെ സുധാകരൻ അടക്കം നമ്മളെ ശിവദാസൻ എം പിക്ക് ഒക്കെ ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. അവരുടെ ഇടപെടൽ ഈ പ്രദേശത്തെ ആളുകൾക്ക് ഗുണകരമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ സമരവുമായി ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. നമ്മൾ ഈ മേൽപ്പാലം എന്നുള്ള ആവശ്യം അതിൽ നമ്മൾ ഉറച്ചേക്കുന്നു, അതല്ലാതെ സമരം ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്നാണ്. സമരവുമായി തന്നെയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ ഒന്നടങ്കം തീരുമാനിച്ചിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ നാടിൻ്റെ ഒരു വലിയ വെല്ലുവിളിയായി ഏറ്റെടുത്തിരിക്കുകയാണ്. സമരമായി തീർച്ചയായും പോകും. അതിന് അനുയോജ്യമായ ഒരു മേൽപ്പാലം തന്നെയാണ് ഈ പ്രദേശത്തെ ആളുകൾ ആഗ്രഹിക്കുന്നത്. കാരണം ഈ പഴയകാല ഒരു വ്യാപാര കേന്ദ്രം കൂടിയാണ് ഈ നമ്മുടെ ഈ എംപേറ്റ്. നമുക്കറിയാം ഇവിടെ ഒരു ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാലയം ഈ CS സെൻറ്റർ. നമുക്കറിയാം CS സെൻറ്ററിനോട് ചേർന്നുകൊണ്ട് നൂറുകണക്കിന് ഡയാലിസിസ് രോഗികളാണ് ഒരു ദിവസം അവിടെ കടന്നു വരുന്നത്. പാവപ്പെട്ട നിർധനരായ രോഗികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ കടന്നു വരുന്ന ആളുകൾക്ക് കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. കാരണം ഒരു അവിടെ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ 3-4 മണിക്കൂർ കാത്തു നിൽക്കണം. അപ്പോൾ കാത്തു നിൽക്കണമെങ്കിൽ ഒന്ന് ചായ കുടിക്കണമെങ്കിൽ എന്തെങ്കിലും അവരെ കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റളവിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. നമ്മൾ ഈ അണ്ടർ പാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാസർഗോഡ് ജില്ലയിലായാലും നമ്മൾ ഒരുപാട് വാർത്ത ചെയ്തതാണ്. നമ്മൾ വാർത്തയുടെ ഫലം കണ്ട് ഇപ്പോൾ അടുക്കത്ത ബയൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ നമ്മൾ വാർത്ത ചെയ്തതാണ്. പക്ഷേ അവിടെ അണ്ടർ പാസ് അനുവദിച്ചു കൊടുത്തു, നാട്ടുകാർ ഇതുപോലെ സമരം നടത്തിയിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് മേൽപ്പാലം എന്നൊരു ആവശ്യം പറയുന്നത്? നമുക്ക് അണ്ടർ പാസ് എന്നൊരു ആവശ്യത്തിലേക്ക് എന്തുകൊണ്ട് എത്താൻ സാധിക്കുന്നില്ല? അതായത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇവിടെ അവരെ അലൈൻമെൻറ്റിൽ വലിയ മാറ്റം വരുന്നുണ്ട്. അണ്ടർപാസ് എന്ന് പറയുമ്പോൾ അലൈൻമെൻറ്റിനകത്ത് വലിയ മാറ്റം വരുത്തേണ്ട സ്ഥിതിയാണ്. പക്ഷെ അവർക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ എളുപ്പമാർഗ്ഗം എന്നൊരു മേൽപ്പാലമാണ്. മേൽപ്പാലം തരാൻ പറ്റുന്ന ചെറിയ അലൈൻമെൻറ്റിനകത്ത് ചെറിയ മാറ്റം വരുത്തിയാൽ മേൽപ്പാലം അനുവദിക്കാവുന്നത്. കാരണം നമുക്കറിയാം ഇവിടെ ഒരുപാട് കുഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 40% പ്രവൃത്തി ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ പ്രദേശത്തെ ആളുകൾ സത്യത്തിൽ ഇതിൻ്റെ ദുരന്തം അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ തന്നെ മേൽപ്പാലമാണ് ഈ പ്രദേശത്ത് ഏറ്റവും അനുയോജ്യമായത്. മേൽപ്പാലം അനുവദിക്കുന്നവരെയും അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് പറയുന്നത്. എന്താണ് ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നം? ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എംപേറ്റ് പോലുള്ള ഇതുപോലുള്ള ഒരു ജംഗ്ഷനിൽ മേൽപ്പാലം അനുവദിച്ചിട്ടില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. അതിന് ഏറ്റവും വലിയ ഒരു ജനങ്ങൾ കൃഷിക്കാർ ഒരു ഭാഗത്തും കൃഷിസ്ഥലം മറ്റൊരു ഭാഗത്തും ഉള്ള ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. സാധാരണക്കാരായ കർഷകർ നെൽകർഷകരെല്ലാം റോഡിൻ്റെ ഒരു വശത്തും നെൽപ്പാടം ഒരു വശത്തും ഉള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഈ എംപേറ്റ് പ്രദേശത്ത് നിലനിൽക്കുന്നത്. ആ കൃഷിസ്ഥലത്തേക്ക് കൃഷിക്കാർക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ ആ കൃഷിസ്ഥലമെല്ലാം തരിച്ചു നിലമായി കിടക്കുന്ന ഒരവസ്ഥയാണ് എംപേറ്റിനെ സംബന്ധിച്ചിടത്തോളം കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധിയായ സ്കൂളുകൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ, അങ്ങനെ റേഷൻ കട, സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് റേഷൻ കട. ആ റേഷൻ കടയിൽ റോഡിന് മറുവശത്തുള്ള ആൾക്ക് ആ റേഷൻ കടയിൽ എത്തിച്ചേരുവാൻ നിരവധി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു. ഒരു 3 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് നടന്നു പോകുന്നവർക്ക് 3 കിലോമീറ്റർ ചുറ്റുവേണം അപ്പുറത്തേക്ക് പോകാൻ. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇത്തരത്തിൽ വാഹനമില്ലാത്തവരെയാണല്ലേ? വാഹനമില്ലാത്തവരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. വാഹനമില്ലാത്തവർക്ക് നടന്ന് ഇത്രയും ദൂരം എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു.
ഞങ്ങളുടെ എന്ന് വെച്ചാൽ പിന്നെ ദേവാലയത്തിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട്, അമ്പലങ്ങളുണ്ട് ഈ റോഡിനപ്പുറം ഇപ്പുറമായിട്ട്. ഞങ്ങളെ കുട്ടികൾ നഴ്സറിയും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണ്. അവർക്ക് നടന്നു പോകാനോ വാഹനങ്ങൾ ഞങ്ങൾ എത്തിച്ചു കൊടുക്കാനോ ഞങ്ങൾക്ക് പ്രായമുള്ളവർക്ക് നടക്കാനുള്ള ഒരു വഴി പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഞങ്ങളാണ്. ഞങ്ങളുടെ തലമുറക്കാർ വരെ ജീവിച്ചു വന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ ഞങ്ങളെന്തോ ബന്ധനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്ത പോലെ, ഒരു മരിച്ചാലോ ജീവിച്ചാലോ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നു. ഞങ്ങൾക്ക് ദേവാലയത്തിൽ 2 വശത്തും 3 വശത്തും എന്ന് പറഞ്ഞാൽ ദേവാലയങ്ങളുണ്ട്. അത് ദിവസങ്ങളിലും അത് ആഴ്ച തോറും പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ വൈകിപ്പോയാൽ കുഞ്ഞുങ്ങളെ എവിടെ പോയി എന്നുള്ള വിഷമങ്ങൾ കൊണ്ട് കഴിയുന്ന ഞങ്ങളാണ്. അമ്മമാരായ ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടികളെ കൊണ്ട് നടന്ന് പള്ളിയിലും എല്ലാം പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നടക്കാനുള്ള ഒരു അവസ്ഥ പോലും നമുക്ക് കണ്ണൊന്നും കാണാത്തുണ്ട്. ഏത് വഴിയൊക്കെ നടക്കണ്ടേ, ഏത് റോഡിലാണ് പോകേണ്ടതെന്നവരെ മനസ്സിലാകാത്ത ഒരവസ്ഥയാണ് ഞങ്ങൾ കഴിയുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ വൈകിപ്പോയി എന്ന് ഉള്ളൊരു ചോദ്യം പല നാട്ടുകാരും ചോദിക്കുന്നുണ്ട്. ഒരിക്കലും നമ്മൾ വൈകിട്ടില്ല. നമ്മൾ ഈ പ്രദേശം ഒരു കാരണവശാലും വൈകിട്ടില്ല. കാരണം ഇവിടെ പണി തുടങ്ങിയിട്ടില്ല. ഇവിടെ നമുക്ക് ചെയ്യാനുള്ള അവിടെ ആഴമുണ്ട്, ഇവിടെ മേൽപ്പാലം പണിയാനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വൈകി എന്നുള്ളത് നമ്മൾ ഒരാളും ആ വൈകി എന്നുള്ള ചിന്ത നമ്മൾ മാറ്റിവെക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നത് ഫുട് ഓവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും അത് നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് ഞാൻ പറയുള്ളൂ. ഫുട് ഓവർ ബ്രിഡ്ജ് എങ്ങനെ ഇവിടെ പണിയാൻ പറ്റില്ല. ഫുട് ഓവർ ബ്രിഡ്ജ് പണിയണമെങ്കിൽ നമ്മൾ നടന്നു പോകുന്നതിൻ്റെ അങ്ങോട്ട് പോകാൻ വലത്ത് ഭാഗത്താണ് പണിയാം. വലത്ത് ഭാഗത്ത് ഈ റോഡിൻ്റെ 6 മീറ്റർ പൊന്തിക്കണം. അതേ 6 മീറ്റർ പൊന്തിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. പിന്നെ ഫുട്പാത്തിൻ്റെ ആണ് ഈ പണിയേണ്ടത്. ആകെ 6 മീറ്ററാണ് നമുക്ക് ഈ സർവീസ് റോഡുള്ളത്. അതിൽ നിന്ന് ഫുട്പാത്തും കഴിഞ്ഞിട്ട് ഈ ഫുട്പാത്തിൻ്റെ അകത്ത് ഫുട് ഓവർ ബ്രിഡ്ജ് അങ്ങനെ പണി. നമ്മളോട് എഞ്ചിനീയർ പറഞ്ഞ് നിങ്ങൾക്ക് ലാൻഡിങ് ആയിട്ട് നിങ്ങൾക്ക് വാട്ടർ സ്ട്രീം ബൈക്കൊക്കെ കയറി പോകുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഒരു ലാൻഡിങ് 6 മീറ്ററിലേക്ക് പോകുമ്പോൾ എത്ര ദൂരത്തോട്ട് വേണം? ഈ സർവീസ് റോഡിൽ നിന്ന് നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു 10 സെൻറ്റിമീറ്റർ വെച്ച് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ 20-25 മീറ്ററോളം നമ്മൾ ഈ ഫുട്പാത്ത് നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ പണിയാൻ പറ്റുമോ? അത് നമ്മളവർ കബളിപ്പിക്കുന്നതാണെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ തൽക്കാലം അത് പറഞ്ഞ് നമ്മൾ ഒതുക്കാനും അത് കഴിഞ്ഞ് ഇതൊന്നും ഉണ്ടാവാത്ത ഒരവസ്ഥയിലേക്കാണ്. സമരം അവസാനിപ്പിക്കാനുള്ള മാർഗം അതാണ് അവരുടെ കയ്യിലുണ്ട്. ഒരു ചെറിയ അജണ്ട അവരതാണ്. ഒരിക്കലും നടപ്പിലാത്ത കാര്യം അത്. നമ്മൾ പലതും വിശ്വസിക്കും ഫുട് ഓവർ കിട്ടുന്നു. ഒരിക്കലും നടക്കൂല. അങ്ങനത്തെ സംവിധാനം നടക്കൂല എന്ന് നമുക്ക് പറയാം. തടിപ്പറമ്പ് കഴിഞ്ഞാൽ യാത്രയ്ക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ഏമ്പേറ്റ്. അപ്പോൾ നമ്മൾ ഈ ആവശ്യമായിട്ട് ഉന്നയിച്ച് ഏകദേശം 1 വർഷത്തിന് മുകളിലായി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിവേദനങ്ങളും ഇതൊക്കെ കൊടുത്തിരുന്നു. ഇതുവരായിട്ടും ബന്ധപ്പെട്ടവർ നമ്മുടെ അതിന് അനുകൂലമായിട്ടുള്ളൊരു ഉത്തരവ് ഇറക്കിയിടുന്നില്ല. അതാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ ശക്തമായിട്ട് തന്നെ സർവകക്ഷി യോഗം വിളിക്കുകയും അതിന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും എല്ലാവരും അതിൽ പങ്കാളികളായി ഓരോ ദിവസം തന്നെ പങ്കാളിത്തം നോക്കുമ്പോൾ നമുക്കിവിടെ ധർണയിൽ മനസ്സിലാവും. അത്രയും നല്ല ഇതിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ഈ മേഗാ കൺസ്ട്രക്ഷൻ കമ്പനി മാത്രമാണ് ഇവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാത്തത്. മറ്റ് ഊരാണുകൾ സൊസൈറ്റി കാസർഗോഡ് മുതൽ അങ്ങോട്ടില്ലേ 3-4 മേൽപ്പാലങ്ങൾ ഇതിനകം അവർ നിർമ്മിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ കോഴിക്കോട് വിട്ടാൽ മലപ്പുറം ഭാഗത്ത് ഓരോന്ന് നമ്മൾ യൂട്യൂബിലും പിക്ചറൊക്കെ നോക്കുമ്പോഴേക്ക് ഒരുപാട് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് മേൽപ്പാലം നിർമ്മിച്ചുള്ളത്. ഇവിടെ മേൽപ്പാലം നിർമ്മിക്കാൻ ഏറ്റവും ചിലവ് കുറവാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടിപ്പാത മാതിരിയല്ല, മേൽപ്പാലത്തിന് ഇവിടെ ഹൈറ്റ് ഏറ്റവും ഭൂമിയിലേക്ക് കുഴിച്ചെടുത്തുകൊണ്ട് മേൽപ്പാലം നിർമ്മിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ചെലവ് കുറച്ചുകൊണ്ടുള്ള നടപടി ഉണ്ടാക്കും. പക്ഷെ അതിന് ഈ മേഗാ കൺസ്ട്രക്ഷൻ സപ്പോർട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരോടാണ്. കേന്ദ്രമന്ത്രിയെ കണ്ടു, MP-മാരെ കണ്ടു, ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഇതുവരെ പരിഹാരം കണ്ടെത്തിയില്ല. ഏതായാലും ഏമ്പേറ്റ് നിവാസികളുടെ ക്ഷമ നിങ്ങൾ പരീക്ഷിക്കരുത്. വലിയ ശക്തമായ സമരവുമായി മുന്നോട്ട് പോവും. ഈ ഒരു ആവശ്യം തങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇവർ ഉള്ളത്. ഞാൻ എന്നിവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.